ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ചെറിയ കാര്യം പറയാൻ വന്നതാണ്. ചെറുതല്ല, എന്നാലും സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ്, എനിക്കിപ്പോൾ കുഴപ്പമില്ല, അത്ര പെയിൻ ഇല്ല, എന്നാലും കുഴപ്പമില്ല. പെയിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ സർജറി കഴിഞ്ഞ് വന്നതിൻ്റെ അത്രയും പെയിൻ ഇല്ല. ബാക്ക് പെയിൻ അത്യാവശ്യം ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്താണ്, ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ 3 months റെസ്റ്റ് ഇപ്പോഴും വേണം. ഹെവി വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, സാരമില്ല, അതൊക്കെ വിട്ടു. ആ സംഭവങ്ങളൊന്നും അല്ല ഞാൻ പറയാൻ വന്നത്. വേറൊന്നുമല്ല, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഹെൽത്തിലെല്ലാം ഉൾപ്പെടുന്നതാണ്. മെന്റൽ ഹെൽത്തും വേണം, ഫിസിക്കൽ ഹെൽത്തും വേണം. അപ്പൊ ഇതിപ്പോ സർജറി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 രീതിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണ്, എന്താണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതാണെങ്കിലും ഇല്ല, ഒരാളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, മാനസികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടാണെങ്കിലും ഒരുപാട് പേരുണ്ടാവൂലേ. പക്ഷെ എന്റെ കാര്യത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരുടെ കാര്യം ഇങ്ങനെ ആവണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും എന്റെ കൂടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, എന്റെ ഒരു കൂട്ടുകാരി. അവള് വന്നിരുന്നു, നിഷ എന്നാണ് പേര്. അവള് വന്നിരുന്നു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതാണ് അവളടുത്ത്, എന്നാലും അവള് വന്നായിരുന്നു. അപ്പം ഞാൻ വേറൊന്നും അല്ല പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാണെങ്കിലും നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ ഹീലിംഗ് പ്രോസസ്സിന് വലിയ ഒരു പങ്ക് വഹിക്കും കേട്ടോ. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഞങ്ങൾ തമ്മിലിപ്പം ചെറിയ എല്ലാ വീട്ടിലുള്ളത് പോലെയുള്ള സംസാരങ്ങളും വിഷയങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വിഷയം വന്നാലും ഞങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഉദ്ദേശം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു അത്യാവശ്യം, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ കെയർ ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ അവരൊന്നും ഇല്ലാതെ ഒരുപാട് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാനത് ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു എന്റെയും കൂടെ പ്രഷറായിരിക്കും, ഞാനും കൂടെ പ്രഷർ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു രീതിക്കും ഒരാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിക്ക് പോണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്ന സമയത്ത് എന്നെ കുറച്ചു പേരെങ്കിലും എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു. വാട്സപ്പ് വഴിയാണെങ്കിലും കുറച്ചു പേരെങ്കിലും എന്റെ കാര്യം അന്വേഷിച്ചായിരുന്നു. എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നുണ്ടോ, വേദനയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ. എനിക്ക് അറിയാത്തവർ പോലും എൻ്റെ അടുത്ത് ചോദിച്ചു. പ്രഹസനം നടത്താൻ പാടില്ല. നമ്മളിങ്ങനെ ഒരാളെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, ഇന്ന കാരണം കൊണ്ടാണ് മാറുന്നത്, അതൊക്കെ വെറുതെ പറഞ്ഞു കിടക്കുന്നതിനേക്കാളും അത് പ്രവൃത്തിയിൽ കാണിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ അങ്ങനെ കാണിച്ച് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ നിഷ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ എന്നെ വഴക്ക് പറയുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ഞാൻ ഇത് ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നതാണ്. വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഇനിയും നമ്മൾ കരഞ്ഞുകൊണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെ ആരുമില്ല, എന്റെ കൂടെ ആരുമില്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതൊന്നും ഇപ്പൊ വില വെക്കുന്നില്ല. പോട്ടെ, സാരമില്ല എന്നുള്ള രീതിക്ക് കളയാണ്. എന്താണെങ്കിലും എന്റെ കൂടെ ഇപ്പൊ എന്റെ കുഞ്ഞുണ്ട്. എന്റെ കൂടെ എന്റെ കുഞ്ഞുണ്ട്, എന്റെ ഹസ്ബൻഡ് ഉണ്ട്. എന്ത് വന്നാലും അവരെന്നെ വിട്ടിട്ട് പോവില്ല എന്ന് എനിക്ക് എന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നെ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ അവരടുത്തൊക്കെ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആരോടും ദേഷ്യമില്ല, അങ്ങനെയൊന്നും പറയാനുള്ള മഹത്തായിട്ടുള്ള ഒരു ബ്രോഡ് മൈൻഡൊന്നും അല്ല എനിക്ക്. സങ്കടമാണ് ഇപ്പൊ നമ്മളെ കൂടെ നിൽക്കേണ്ടവർ നിൽക്കാതെ നിന്നപ്പോഴത്തേക്കുള്ള ദേഷ്യമുണ്ട്. എന്താണെങ്കിലും സങ്കടവും ദേഷ്യമാണെങ്കിൽ നമ്മുടെ മനുഷ്യനാണല്ലോ, അപ്പൊ നമുക്കതൊക്കെ ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്.
എന്താണെങ്കിലും ഇതൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എന്റെ മനസ്സിലുള്ള ഈ ഇങ്ങനെ അവരോടത്തൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടല്ലോ, നമുക്കൊരു നമ്മളെ കെയർ ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറട്ടെ. പറയും പോലെ കാലം മായ്ക്കാത്ത ഓർമ്മകളില്ല എന്ന് പറയും പോലെ ഇതൊക്കെ ഒന്ന് മാഞ്ഞു പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇല്ല ഇങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് എന്താണ് ഇത് എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെ കാര്യവും അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബൈ, ടാറ്റ.